കേരള രാഷ്ട്രീയം നന്നായി കലങ്ങുന്നു, തിരിയുന്നു, തെളിയുന്നു, വീണ്ടും കലങ്ങുന്നു. അങ്ങനെ വളരെ രസകരമാണ്. NSSൻ്റെ നിലപാട്, SNDPയുടെ നിലപാട്, വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ, സുകുമാരൻ നായരുടെ പ്രസ്താവനകൾ, അതിൻ്റെ കൗണ്ടറുകൾ, ട്രോളുകൾ, ഇങ്ങനെ വളരെ വലിയ തോതിലാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ കേരളത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ വികസന സദസ്സ് നടക്കുന്നു, പലരും മത്സരിക്കുമെന്ന് പറയുന്നു, മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ എല്ലാം കൊണ്ടൊരു ജഗ പുകയാണ്. ഇതിനിടയിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നിട്ട് ബീഹാർ തെരഞ്ഞെടുപ്പിലെ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നവംബർ 7 എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, അതിൻ്റെ വിഷയങ്ങൾ വരും. അതിനിടയിലാണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിഞ്ഞു വരുന്നത്. എം കെ വർഗീസ് എന്ന് പറയുന്ന അവിടുത്തെ മേയർ ഒരു പത്രസമ്മേളനം നടത്തി. വികസന സദസ്സിൻ്റെ പത്രസമ്മേളനമാണ് നടത്തിയത്. പക്ഷേ പത്രസമ്മേളനം വിവാദമായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അദ്ദേഹം BJPയിലേക്ക് പോകുമോ എന്നൊരു സംശയം പോലും ഉണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, കേരളത്തിൽ ഒരു കോർപ്പറേഷന് സുരേഷ് ഗോപി MPയുടെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വികസന സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. അതുകൊണ്ട് എനിക്ക് സുരേഷ് ഗോപിയോട് വ്യക്തിപരമായി ബന്ധമുണ്ട്. മാത്രമല്ല, സുരേഷ് ഗോപി അവിടെ വരികയും കേക്ക് മുറിക്കുകയും പല പരിപാടികളും അവർ പങ്കെടുക്കുകയും ചെയ്തു, ഒന്നിച്ച് പങ്കെടുക്കുകയൊക്കെ ചെയ്തു. സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെ ഈ വർഗീസ് പുകഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ CPMൻ്റെ നല്ല നിരീക്ഷണത്തിലാണ്. ഇനി എന്തായാലും മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ല എന്ന് വർഗീസ് പ്രഖ്യാപിച്ച് കഴിഞ്ഞു. പിന്നെ മാത്രമല്ല, അത് വനിതയാവൂ ഇല്ലെന്നൊന്നും അറിയില്ല. തൃശ്ശൂരിൽ വനിതാ മേയറാണെങ്കിൽ പിന്നെ ഇപ്പോൾ മേയറായ ആൾ ഉടനെ കയറി ഡെപ്യൂട്ടി മേയറായിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെയൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ ജില്ലാ പഞ്ചായത്തിലൊക്കെ മത്സരിക്കണം. അതാണ് വേറൊരു സാധ്യതയുള്ള പോസ്റ്റ്. എന്തായാലും പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ് 2-4 മാസം കൊണ്ട്. അപ്പോൾ തൃശ്ശൂർ രാഷ്ട്രീയത്തിൽ ഈ വർഗീസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മേയർ BJPയുടെ കാൻഡിഡേറ്റ് ആയാൽ അത്ഭുതമില്ല എന്നാണ് തൃശ്ശൂർ രാഷ്ട്രീയം പറയുന്നത്. കാരണം സുരേഷ് ഗോപി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ MP ആണ്, മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം കുറേ അധികം ഉലച്ചിട്ടുണ്ട്. തൃശ്ശൂർ രാഷ്ട്രീയത്തെ അദ്ദേഹം നന്നായി ഉലച്ചിട്ടുണ്ട്. അത് ഒരു സുരേഷ് ഗോപി മാജിക്കാണ്. അല്ലാതെ BJPയുടെ സംഘടനാ പാടവം കൊണ്ടും BJP വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതല്ല. സുരേഷ് ഗോപിയുടെ ചില ഇടപെടലുകൾ കൊണ്ട്, അതിപ്പോൾ കരിവണ്ണൂർ ബാങ്കിൽ ഇടപെടലായാലും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയമായാലും വല്ലാത്തൊരു ഇടപെടൽ BJPക്ക് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അനുരണനങ്ങൾ പല മണ്ഡലങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുണ്ടാകാൻ സാധ്യതയുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ BJP പിടിക്കുന്നതിനുള്ള എല്ലാ ശക്തമായ നടപടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ വർഗീസിൻ്റെ നിലപാട് അവിടെ വലിയൊരു ഗുണം ചെയ്യും. കാരണം വർഗീസിനെ സംബന്ധിച്ച് അദ്ദേഹം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ BJP 2 കൈ നീട്ടിയായിരിക്കും സ്വീകരിക്കുന്നത്. ക്രിസ്തീയ മതവിഭാഗത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ BJPയോട് അടുക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വർഗീസിൻ്റെ വരവ് BJPക്ക് വലിയ ഒരു നേട്ടമുണ്ടാക്കും. അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. CPMൻ്റെ നിരീക്ഷണത്തിലാണ്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഒരാളിനോടൊരു അതൃപ്തി തോന്നിയാൽ അല്ലെങ്കിൽ ഒരാളെ നിരീക്ഷണത്തിലേക്ക് വിട്ടാൽ പിന്നെ പ്രയാസമാണ്. കാര്യങ്ങൾ എളുപ്പമല്ല. അത്രയ്ക്ക് കേഡർ പാർട്ടിയാണ്. അവർ അത് സൂക്ഷിക്കും, ശ്രദ്ധിക്കും. പിന്നെ പഴയ കാലമല്ല, അതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് ഇപ്പം മറ്റൊരിടത്ത് പോകുന്ന ആളിന് വീണ്ടും സ്ഥാനം കൊടുത്ത് നിർത്തുന്ന പുതിയ കാലമാണ്. പഴയകാല CPM അല്ലല്ലോ. പഴയ കാലത്താണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളിനോട് സംസാരിച്ചാൽ, വേദി പങ്കിട്ടാൽ, മറ്റൊരു വേദിയിൽ പോയാൽ ഒക്കെ തീർച്ചയായിട്ടും പാർട്ടി അത് ഗൗരവമായി എടുക്കും. അത് ഭക്ഷണത്തിന് പോയാലും പിന്നെ സൗഹൃദ സംഭാഷണത്തിന് പോയാലും, വീട്ടിൽ വരുത്തിയാലും, വീട്ടിലേക്ക് പോയാലും ഒക്കെ എതിർ രാഷ്ട്രീയക്കാരനാണെങ്കിൽ വളരെ ഗൗരവമായി അതെടുക്കും. നമ്മുടെ ADGP അജിത് കുമാർ പോലും RSSൻ്റെ നേതാവിൻ്റെ വീട്ടിൽ മറ്റൊരു RSS നേതാവുമായി പോയത് വലിയ ചർച്ചയായിരുന്നു. എന്തിന് ADGP പോകണം എന്നുള്ളത്. കാരണം അങ്ങനെ എടുക്കും. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ബന്ധങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായ വലിയ മതിൽക്കെട്ടിനകത്താണ് ഓരോ പാർട്ടിക്കാരും. പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളിൽ CPIയിലും ഒക്കെ കൃത്യമായൊരു വേലിക്കകത്താണ് അവർ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറത്ത് ചാടിയുള്ള ഒരു അഭ്യാസവും നടക്കത്തില്ല. പക്ഷേ വർഗീസ് വേലിക്കടുത്തേക്ക് വന്നിട്ടുണ്ട്. വേലി പൊളിച്ചിട്ടിരിക്കുകയാണ് BJP വേലിയുടെ കുറച്ച് ഭാഗത്തുനിന്ന് ചുരണ്ടുന്നുണ്ട്. ആ ചുരണ്ടിയ ഭാഗത്തു കൂടി പുറത്ത് ചാടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വർഗീസ് അങ്ങോട്ട് പോയാൽ അത് തൃശ്ശൂർ രാഷ്ട്രീയത്തെ മാത്രമല്ല, അത് കോർപ്പറേഷനിൽ മാത്രമല്ല, ജില്ലയിലാകെ മാത്രമല്ല, സംസ്ഥാനത്താകെ തൃശ്ശൂർ മുൻ മേയർ ഞങ്ങളുടെ പാർട്ടിയിൽ വന്നിരിക്കുന്നു, വർഗീസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയാണ് വന്നിരിക്കുന്നു, ന്യൂനപക്ഷങ്ങളെല്ലാം BJPയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് BJP തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. എന്തായാലും
വർഗീസ് പിന്നെ തൃശ്ശൂരിൽ BJPയുടെ നിയമസഭാ സ്ഥാനാർത്ഥിയായാൽ അത്ഭുതമില്ല. ഇനി മണ്ഡലം ഏതാണെന്ന് മാത്രമേ നമുക്കറിയേണ്ടതുള്ളൂ. അഥവാ പുരുഷ സ്ഥാനമായാൽ, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും അവിടെ പുരുഷൻ തന്നെയാണ് ഈ ഞെരുക്കെടുപ്പിൽ സ്ലോട്ടിൽ വരികയാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ സ്ലോട്ടിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ വർഗീസ് ഒന്നുകൂടി മത്സരിക്കാൻ, BJP കാൻഡിഡേറ്റായി മത്സരിക്കാൻ സാധ്യതയുണ്ടോ? എന്തായാലും സുരേഷ് ഗോപിയുടെ ആ ഒരു എന്താ പറയുക, ഒരു കൈ കൊടുക്കൽ വർഗീസ് ഏറ്റിരിക്കുന്നു എന്നാണ്. കേക്കിൽ ഇവർ തമ്മിൽ കേക്ക് കഴിച്ചതായിട്ട് പറയുന്നു. കേക്കിൽ എന്താണ് സുരേഷ് ഗോപി ചേർത്ത് കൊടുത്തത് എന്നാണ് തൃശ്ശൂരിലെ CPMലെ കരക്കമ്പി അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും. സുരേഷ് ഗോപി ഈ കേക്ക് എവിടെ നിന്നാണ് മേടിച്ചത്, ആ കേക്ക് എങ്ങനെയാണ്, എന്തിലാണ് ആ കേക്ക്, എന്ത് വസ്തുവാണ് ആ കേക്കിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ഒരു വശീകരണ വസ്തുക്കൾ എന്താണ്? മാത്രമല്ല ഈ സുരേഷ് ഗോപി ഒരുപാട് മന്ത്രത്തിലും അമ്പലത്തിലും ഒക്കെ നല്ല വിശ്വാസിയാണ്. എന്തെങ്കിലും വശീകരണ യന്ത്രം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എന്തായാലും വർഗീസ് വീണിരിക്കുകയാണ് BJPയുടെ മുന്നിൽ. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ പാലക്കാടുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഭരിക്കുന്നത് തന്നെ BJP ആണ്, അത് വനിതയാണ്. അത് തീർച്ചയായും ചിലപ്പോൾ കൃഷ്ണകുമാറിനെ നിർത്തിക്കൊണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള, അത് നിലനിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ അവർ കാണുന്ന 2 കോർപ്പറേഷനുകളാണ്. അതിലൊന്ന് വലിയ വെല്ലുവിളിയാണ്, പക്ഷേ ഒന്നിൽ വലിയ സാധ്യതയുമാണുള്ളത്. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ CPM ആണ്, ശക്തമായ CPMൻ്റെ കോട്ടയാണ്. അവിടെ അത്ര എളുപ്പമല്ല. അവിടെ കശുവണ്ടിയും അതുപോലുള്ള കയർ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും ഒക്കെ ഉള്ള വലിയ CPM കോട്ടയാണ്. അവിടെ പ്രയാസമാണ്. കൊല്ലം കോർപ്പറേഷനിൽ ജയിച്ചു കയറുക പ്രയാസമാണ്. പക്ഷേ നേരെ തലസ്ഥാനത്തേക്ക് പിടിച്ചാൽ, തിരുവനന്തപുരത്തേക്ക് പിടിച്ചാൽ, കഴിഞ്ഞതിന് മുമ്പേ ഇപ്പോഴത്തെ ആര്യ രാജേന്ദ്രന് തൊട്ട് മുമ്പുള്ള പ്രാവശ്യം കൃത്യമായി BJP വരും എന്ന് തന്നെ തോന്നിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. വലിയ ഹൈപ്പാണ് അവർക്കുണ്ടായത്. അത്രയും ഇപ്രാവശ്യം പറ്റിയില്ലെങ്കിലും BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള വലിയ തന്ത്രങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള PR വർക്ക്, വാർ റൂം, പ്രൊഫഷണൽ അപ്രോച്ച് എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ അത് ഡൽഹിക്ക് കൊടുക്കുന്നൊരു മെസ്സേജ്, രാജീവ് ചന്ദ്രശേഖറിന് ഒരു മൈലേജ് ഉണ്ടാവും. ഡൽഹിക്ക് കൊടുക്കാൻ പോകുന്ന മെസ്സേജ്, ഞങ്ങളിത് തലസ്ഥാനം പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇനി കേരളം പിടിക്കും എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനായി ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിനുകളെ, അതിന് V മുരളീധരനാണോ, അതിൽ വനിത ആയിരിക്കത്തില്ല, അത് എന്നാൽ പോലും വനിത അല്ലെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രനാണോ, അതോ പിന്നെ വളരെ പ്രമുഖരായിട്ടുള്ള, അത് ദീർഘകാലം പ്രതിപക്ഷ നേതാവായിരുന്ന മഹേശ്വരൻ നായരുണ്ട്. അതേ ഇപ്പോൾ BJPയിലാണ്, കോൺഗ്രസ്സിൽ ദീർഘകാലം നിന്ന ആളാണ്. അപ്പോൾ നല്ല ശക്തനായ നേതാവാണ്. അപ്പോൾ ഇനി മഹേശ്വരൻ നായരാണോ, അതോ പിന്നെ വേറെ VV രാജേഷാണോ? VV രാജേഷ് ശക്തനായിട്ടുണ്ട്. S സുരേഷ് ഉണ്ട്, തിരുവനന്തപുരത്ത് ശക്തനായ BJPയുടെ നേതാവാണ്. അതോ ഇനി കൃഷ്ണകുമാറിനെ ഇറക്കുമോ? കൃഷ്ണകുമാർ ഇപ്പോൾ കോർപ്പറേഷനിൽ ഇറക്കി മേയർ സ്ഥാനത്തേക്ക് കൃഷ്ണകുമാറിനെ പരിഗണിക്കുമോ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ ആരെങ്കിലും ഇറക്കി അതിന് കുമ്മന രാജശേഖരനെ പരീക്ഷിക്കുമോ? കാരണം അദ്ദേഹത്തെ ഈ സംഘപരിവാർ BJP സംഘടനകളെ സംബന്ധിച്ചിടത്തോളം എവിടെ എപ്പോഴും നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതല്ലാതെ ഒരു ഡ്യൂട്ടിയാണ്. അല്ലാതെ ഇപ്പോൾ ഗവർണറായിരുന്നു അതുകൊണ്ട് അസംബ്ലി മത്സരിക്കത്തില്ല എന്നൊന്നുമില്ല. ഗവർണറായിരുന്ന കുമ്മന രാജശേഖരൻ അവർകളാണല്ലോ വന്ന് ഇവിടെ നിയമത്തിൽ മത്സരിച്ചത്, ശിവൻകുട്ടിയോട് തോറ്റത്. അപ്പോൾ അതൊക്കെ ഒന്നും വിഷയമല്ല. ഇനി അദ്ദേഹം മേയറായിട്ട് വരുമോ? എന്തായാലും തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മേയർ കാൻഡിഡേറ്റിനെയും ഒരു വലിയ ഒരു ടീമിനെയും BJP സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ തിരുവനന്തപുരം പിടിക്കുമോ? അപ്പോൾ നമുക്കറിയേണ്ടത് വർഗീസിനെ വെച്ചുകൊണ്ട് തൃശ്ശൂർ പിടിക്കുമോ, പ്രൊഫഷണൽ അപ്രോച്ചിലൂടെ പുതിയ ടീമിനെ ഇറക്കി തിരുവനന്തപുരം പിടിക്കുമോ, കൊല്ലത്തെ ഫൈറ്റ് കടുക്കുമോ, പാലക്കാട് അവർ നിലനിർത്തുമോ?